വൈവിധ്യമാർന്ന കാലാവസ്ഥയിൽ വളരെ വിജയകരമായും ഏതു വരണ്ട ഭൂപ്രദേശങ്ങളിലും മോശപ്പെട്ട മണ്ണുകളിലും വളർത്താൻ കഴിയുന്ന സാധാരണയായി സിൽവർ കാസിയ അല്ലെങ്കിൽ വേംബുഡ് സെഡ എന്ന ഓസ്ട്രേലിയയിൽ പല ഭൂപ്രദേശങ്ങളിലും അറിയപ്പെടുന്ന സെന്ന ആർട്ടിമിസിയോയിഡുകൾ എന്ന ശാസ്ത്രീയ നാമമുള്ള ധാരാളം മനോഹരമായ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ ചെടിയുടെ സവിശേഷത, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമൻറ്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓസ്ട്രേലിയയിൽ നിന്നുള്ള പൂച്ചെടിയോ ചെറിയ മരമോ ആണിത്. വെസ്റ്റേൺ ഓസ്ട്രേലിയ, സൗത്ത് ഓസ്ട്രേലിയ, വിക്ടോറിയ, ന്യൂ സൗത്ത് വെയിൽസ് എന്നിവയുടെ ഭാഗങ്ങൾ ഉൾപ്പെടെ ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളാണ് ഇതിൻ്റെ ജന്മദേശം. ഇന്ന് ഇത് ഇന്ത്യയിലെ കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പല പ്രദേശങ്ങളിലും വ്യാപകമായി കണ്ടുവരുന്നു. ഏകദേശം 350 ഇനങ്ങളുള്ള ഒരു വലിയ ജനുസാണ് സെന്ന. ഏകദേശം 46 ഇനം ഓസ്ട്രേലിയയിൽ തന്നെയുണ്ട്. അതിൽ 33 എണ്ണം പ്രാദേശികമാണ്. സെന്നയുടെ അനുബന്ധ ജനുസായ കാസിയ, ലാബിച്ചിയ, പെറ്റലോസ്റ്റിലിസ് എന്നിവയും ഇപ്പോൾ സീസൾ പീനിയസി എന്ന പ്രത്യേക കുടുംബത്തിൽ വർഗീകരിച്ചിരിക്കുന്നതായി കാണാം. എന്നാൽ ഈ സസ്യങ്ങളെ ഫാബേസിയ എന്ന വ്യാപകമായ കുടുംബത്തിൽ ഒരു ഉപകുടുംബമായി തരംതിരിക്കുന്നത് ഇപ്പോൾ സാധാരണയാണ്. ഏകദേശം 3 മീറ്റർ വരെ ഉയരമുള്ള ചെറിയ മരമോ കുറ്റിച്ചെടിയോ ആണ് സെന്ന ആർട്ടിമിഡിയോയിഡുകൾ. നിലവിൽ ഇതിന് 9 ഉപജാതികളുണ്ട്. പൂന്തോട്ടങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന രൂപം സബ്സ്പി ആർട്ടിമിസിയോയിഡുകളാണ്. സാധാരണയായി ഇതിന്റെ വലിപ്പം ചെറുതാണ്. ഏകദേശം 1.5 മീറ്റർ വരെയാണ് ഇതിന്റെ ഉയരം. ഇതിന്റെ ഇലകൾക്ക് 2 മുതൽ 4 സെന്റിമീറ്റർ വരെ നീളമുണ്ട്. ഇലകൾ വ്യതിരക്തമാണ്. വെള്ള, ചാര അല്ലെങ്കിൽ നീല കലർന്ന പച്ച ഇലകൾ തൂവലോ ഫേണോ പോലുള്ളതാണ്. ഇത് ആർട്ടിമിസിയ സസ്യജാലങ്ങളോട് സാമ്യമുള്ളതാണ്. അതിനാലാണ് ഇവയെ കാഞ്ഞിരം സെന്ന എന്ന് വിളിക്കുന്നത്. ഈ കുറ്റിച്ചെടിയിൽ കുലകളായി തിളങ്ങുന്ന മഞ്ഞ പൂക്കൾ ഉണ്ടാകുന്നു. ഈ പൂക്കൾ പയറിനോട് സാമ്യമുള്ളതാണ്. കൂടാതെ 5 ഇതളുകളുമുണ്ട്. ഈ ചെടിയിൽ നിന്നും നീളമേറിയ കായ്കളുണ്ട്. ഇതിൽ വിത്തുകൾ അടങ്ങിയിരിക്കുന്നു. ഈ ചെടിയുടെ ആകർഷകമായ പൂക്കൾ കാരണം പൂന്തോട്ടങ്ങളിലും ലാൻഡ്സ്കേപ്പിങ്ങിലും ഒരു അലങ്കാര സസ്യമായി ഇത് കൃഷി ചെയ്തു വരുന്നു. അതുപോലെ തീരപ്രദേശങ്ങൾ, മണൽ നിറഞ്ഞ മണ്ണ്, തുറന്ന വനപ്രദേശങ്ങൾ എന്നിവയുൾപ്പെടെ വരണ്ടതും അർദ്ധവരണ്ടതുമായ പ്രദേശങ്ങളിൽ ഇത് സാധാരണയായി കാണപ്പെടുന്നു. ചില പ്രദേശങ്ങളിൽ മണ്ണൊലിപ്പ് നിയന്ത്രിക്കുന്നതിനായി ഈ ചെടി ഉപയോഗിക്കുന്നു. ഇതിന് കാരണം മോശം മണ്ണിലും വിപുലമായ റൂട്ട് സിസ്റ്റം ഇതിന് സൃഷ്ടിക്കാൻ കഴിയും എന്നതിനാലാണ്. സെന്ന ജനുസിലെ ചില സ്പീഷീസുകളിൽ, അതായത് സെന്ന ആർട്ടിസോയിഡുകൾ ഉൾപ്പെടെ കന്നുകാലികൾക്ക് ഹാനികരമായ വിഷസംയുക്തങ്ങൾ വലിയ തോതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കന്നുകാലികളുടെ സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ ഇത് ജാഗ്രത പാലിക്കേണ്ടതാണ്. ഇതൊക്കെ പറയുമ്പോഴും സെന്നയുടെ എല്ലാ സ്പീഷീസുകളിലും ഈ വിഷസംയുക്തം അടങ്ങിയിട്ടില്ല, പ്രത്യേകിച്ച് ഔഷധ പോഷക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സെന്ന സ്പീഷീസുകൾക്ക്. പലതരം മണ്ണിലും വളരുന്ന ഒരു ചെടി ആയതിനാൽ ഒരു നിർദ്ദിഷ്ട pH ലെവൽ എടുത്തു പറയാൻ കഴിയില്ല. എങ്കിലും 6 മുതൽ 7.5 pH പരിധി വരെയുള്ള മണ്ണിൽ ഇത് നന്നായി വളർന്നു കാണപ്പെടുന്നു. ഇത് അല്പം അസിഡിറ്റിക് ന്യൂട്രൽ അവസ്ഥയാണ്. മണൽ, എക്കൽ മണ്ണ് എന്നിവയുൾപ്പെടെ വിവിധതരം മണ്ണിലും ഈ ചെടി നന്നായി വളരും. നല്ല ഡ്രൈനേജ് ഇതിന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. ഇതിന്റെ ജന്മദേശം ഓസ്ട്രേലിയ ആയതിനാൽ വ്യത്യസ്ത pH നിലയിലുള്ള പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയിൽ ഇത് പലപ്പോഴും നല്ല രീതിയിൽ വളർന്നു കാണപ്പെടുന്നു. ഇനി ഇതിന്റെ വളപ്രയോഗത്തെ പറ്റി നോക്കാം. ഈ ചെടി പൊതുവെ സമതുലിതമായ എല്ലാ ആവശ്യത്തിനുമുള്ള വളത്തിനോട് നന്നായി പ്രതികരിക്കുന്നു. സമതുലിതമായ NPK, അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മിക്സ് 10ന്റെ അനുപാതത്തിലുള്ള വളം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. വളരുന്ന സീസൺ ആരംഭിക്കുന്നതിന് മുമ്പേ, അതായത് വസന്തത്തിന്റെ തുടക്കത്തിൽ ഈ ചെടിക്ക് വളപ്രയോഗം നടത്താം. ഇത് ഈ ചെടി സജീവമായി വളരുകയും പൂവിടുകയും ചെയ്യുമ്പോൾ പോഷകങ്ങൾ നൽകാൻ സഹായിക്കുന്നു. അധികം വളപ്രയോഗം ആവശ്യമില്ലാത്ത ചെടിയായതിനാൽ അമിതമായ വളപ്രയോഗം ഒഴിവാക്കുക. കാരണം അമിതമായ പോഷകങ്ങൾ പ്രശ്നത്തിലേക്ക് നയിച്ചേക്കാം. ചെടിക്ക് അത് യാതൊരു കാരണവശാലും ഗുണം ചെയ്യുകയില്ല. വളം നൽകുമ്പോൾ റൂട്ട് സോണിന് ചുറ്റും വളം തുല്യമായി വിതരണം ചെയ്യുക.
വളം ഇതിന്റെ ഇലകളിലോ തണ്ടുകളിലോ സ്പർശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളം പ്രയോഗിച്ചതിന് ശേഷം ചെടി നന്നായി നനയ്ക്കുക. ഇത് പോഷകങ്ങളെ മണ്ണിൽ ലയിപ്പിച്ച് വേരുകളിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കും. പോഷകങ്ങളുടെ കുറവുകളുടെയോ അമിതമായതിന്റെയോ ലക്ഷണത്തിനായി ചെടിയെ പ്രത്യേകം നിരീക്ഷിക്കുക. ചെടിയുടെ ആവശ്യങ്ങളും ദൃശ്യസൂചനകളും അടിസ്ഥാനമാക്കി വളപ്രയോഗം ക്രമീകരിക്കുക. വിത്ത് മുളപ്പിച്ചും തണ്ടുകൾ വെട്ടിനട്ടും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചെടിയെ ബാധിക്കുന്ന രോഗങ്ങളും കീടങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. മുഞ്ഞ, സ്കെയിൽ പ്രാണികൾ, കാറ്റർപില്ലർ, ചിലന്തിക്കാശ്, വിഷമഞ്ഞ്, ലീഫ് സ്പോട്ട്, റൂട്ട് ചീയൽ എന്നിവയാണ് അവ. ഇതിന്റെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കാം. നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിനു ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നും ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ട് വാങ്ങാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.